എൻ്റെ പേര് ദിനു സജികുമാർ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന സ്ഥലത്തു നിന്നാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ചാനലിലെ ഒരു കമൻറ്റിൽ കൂടെയാണ്. അത് ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുത്തേക്കുന്ന കമൻറ്റുകളെല്ലാം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. എനിക്ക് അപ്പോൾ തൊട്ട് കൃപാസനത്തിൽ വരണമെന്നും മാതാവിനെ കാണണമെന്നും അതിയായ ആഗ്രഹമുണ്ടാവുകയും, എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ വരെ പൊയ്ക്കോട്ടെ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, അത്രയും ദൂരമല്ലേ, ഇപ്പോൾ പോണ്ട, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതി, എൻ്റെ മാതാവേ, ഞാൻ ആ സന്നിധിയിൽ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 12 മണിക്ക് മുന്നേ എൻ്റെ ഭർത്താവ് വിളിച്ചിട്ട് എന്നോട് പറയണം, അവിടെ പൊയ്ക്കോളാൻ പറയണം എന്ന് പറഞ്ഞു. 11:55 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കുകയും അവിടെ പൊയ്ക്കോളാൻ പറയുകയും ചെയ്തു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ വന്നെങ്കിലും എനിക്ക് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് 6 വർഷമായിട്ട് ഞാൻ പിന്നെ വന്ന് അത് ഉടമ്പടി പുതുക്കി. അപ്പോൾ 6 വർഷമായി കുടുംബശ്രീയിൽ ലിങ്കേജ് ലോൺ ഉണ്ടായിരുന്നു. അത് ഓരോ വർഷവും പുതുക്കി വെക്കണം. ഈ പുതുക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും 5 രൂപ പലിശയ്ക്ക് 4 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. 5 രൂപ പലിശയ്ക്ക് വാങ്ങിയാണ് ഇത് അടയ്ക്കുന്നത്. അവസാനത്തെ പ്രാവശ്യവും 2023 4 ലക്ഷം രൂപ 5 രൂപ പലിശയ്ക്ക് വാങ്ങി ഇത് ബാങ്കിൽ കൊണ്ടുപോയി അടച്ച് അവിടുത്തെ ബാധ്യത തീർത്തപ്പോഴത്തേക്ക് ഇനി പുതുക്കി എടുത്താൽ മാത്രമേ ആ ചേച്ചിക്ക് തിരിച്ച് പൈസ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ബാങ്കിൽ ഈ പൈസ അടച്ച് ബാങ്കുകാർക്കുള്ള ഇടപാട് തീർത്തതിന് ശേഷം അപ്പോഴാണ് അറിയുന്നത് ഇനി പുതുക്കി കിട്ടത്തില്ല എന്ന്. അപ്പോൾ 20,000 രൂപ പലിശ പൈസ കൊടുക്കണം. ഹസ്ബൻഡ് വിദേശത്തു നിന്ന് അയക്കുന്ന പൈസ ഈ പലിശ പൈസ കൊടുക്കാനും കൂടെ തികയത്തില്ല. ഞാൻ നിലവിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4,000 രൂപ മാസ വാടക കൊടുക്കണം. മക്കളുടെ പഠിപ്പ്, അമ്മ വയ്യാത്ത അമ്മയാണ്, എല്ലാം കൂടെ സാധിക്കത്തില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേരെടുത്തും ചോദിച്ചു പൈസ, അപ്പോൾ ആരും തന്നില്ല. അവസാനം ഈ പൈസ തന്ന ചേച്ചിയും വളരെ റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് പൈസ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആത്മഹത്യ അല്ലാതെ വേറെ നിവർത്തിയില്ല. അങ്ങനത്തെ സ്വഭാവമാണ് അവർക്കുള്ളത്. ഞാൻ മാതാവിൻ്റെ കൂടെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 25 എനിക്ക് അവരെ പൈസ കൊടുത്ത് തീർക്കാൻ സഹായിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് 6 മാസം പുതിയ കമ്പനിയിലാണ് ജോലിക്ക് കയറിയത്. അവിടെ 6 മാസം കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ലോൺ ശരിയാവുകയുള്ളൂ. അപ്പോൾ ആ പുതിയ കമ്പനിയിൽ കയറിയിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ 21-ാം തീയതി ആയപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് വിളിച്ചിട്ട് പറയണു, നീ ഇനി ആരുടെടുത്തും പൈസ ചോദിക്കണ്ട, നമുക്ക് പലിശയ്ക്ക് എടുക്കാതെ തന്നെ നമുക്ക് ആ കടം വീട്ടാനുള്ള സാഹചര്യമുണ്ടായി, ഇവിടെ ഗൾഫിൽ ലോൺ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞു. ആ പൈസ എങ്ങനെ എനിക്ക് ശരിയാവുകയും പിന്നെ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ ബാധ്യത തീർക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു, അഡിനോയിഡും ടോൺസിലൈറ്റിസിൻ്റെ. അതിന് മുന്നേ സർജറിക്ക് ഡേറ്റ് എടുത്തതിന് ശേഷം അച്ഛനെ വന്ന് കാണുകയും ബ്ലെസ്സിങ് മേടിക്കുകയും ചെയ്തായിരുന്നു. അപ്പോഴെൻ്റെ മോൾക്ക് വലതുവശത്ത് ചെറിയൊരു ബലക്കുറവുള്ളത് കാരണം MRI സ്കാൻ എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. MRI സ്കാൻ എടുക്കാനായിട്ട് അകത്ത് കയറിയപ്പോൾ മോൾ കുഞ്ഞായതുകൊണ്ട് എന്നെയും കൂടെ അകത്ത് കയറ്റി. MRI സ്കാൻ എടുക്കുന്ന മെഷീനും എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു പേടിയായി. മോളാണെങ്കിൽ ചെറിയ കാര്യം മതി, അവൾ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അവളെ അകത്ത് കയറ്റി മെഷീനകത്തോട്ട് കയറ്റി എനിക്ക് ഭയങ്കര പേടിയായി. അവളെക്കാട്ടും പേടി എനിക്കായി. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, എൻ്റെ മോൾ പേടിക്കാതെ തിരിച്ചു വരണേ മാതാവേ, ഈശോയെ കാത്തോളണേ എന്ന് പറഞ്ഞു. അപ്പോൾ MRI സ്കാൻ തുടങ്ങിയ ആ നേരം മുതൽക്ക് തീരുന്നത് വരെ ആ മിഷ്യൻ്റെ സൈഡിലായിട്ട് ഈശോയുടെയും മാതാവിൻ്റെയും ചേർന്ന് നിൽക്കുന്ന രൂപം, അത് ഇങ്ങോട്ട് നോക്കിയാലും മോളെ നോക്കി നിൽക്കുന്ന രൂപം ഞാൻ കാണുകയും ആ MRI സ്കാൻ തീരുന്നത് വരെ ആ രൂപം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. പിന്നെ അതുപോലെ എൻ്റെ മൂത്ത മകൻ എൻ്റെ കാറും എടുത്തും കൊണ്ട് പോവുകയും അവനെ ഒരു വളവിൽ കൊണ്ട് അത് ഇടിക്കുകയും വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുകയും വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായി ഇടിച്ച് മൊത്തത്തിൽ പോയായിരുന്നു. എന്നിട്ടും ആ വണ്ടിയിൽ വെച്ചിരുന്ന മാതാവിൻ്റെ രൂപത്തിനോ എൻ്റെ മകൻ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അവിടെയും മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ഞാൻ നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പഴയ ഒരു വീടായിരുന്നു. 4000 രൂപ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആ 4000 രൂപ വാടക കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് തക്ക ഒരു വീടല്ലായിരുന്നു, അത് പഴയ ഒരു വീടായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് അടുക്കളയിലൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പവും അത് കാരണം പാത്രം കഴുകാനൊക്കെ അടുക്കളയിൽ ചെല്ലുമ്പോൾ മണ്ണിരയും അട്ടയും അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ വേറൊരു വീട് നോക്കാമെന്നുള്ള ഇതിൽ ഒരുപാട് പേരെടുത്ത് നേരം വെളുക്കുമ്പോൾ മുതൽ ഫോണിലെ കോണ്ടാക്റ്റ് എടുത്ത് നോക്കും. കോണ്ടാക്റ്റ് എടുത്ത് നോക്കിയിട്ട് ആരെ വിളിച്ചാലൊരു വീട് ശരിയാകുമെന്ന് നേരം വെളുക്കുമ്പോൾ തൊട്ട് അവസാനം എൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഒരുപാട് പേരും പിന്നെ ഫോണ് അറ്റൻഡ് ചെയ്യാതായി തുടങ്ങി. അതെനിക്ക് മനസ്സിലായി. എന്നിരുന്നാലും ഒരു നല്ല വീട് തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 28 മുന്നേ തന്നെ എനിക്കൊരു വീട് ശരിയാക്കി തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മെയ് 24 ആയപ്പോഴത്തേക്കും നല്ല ഒരു അടച്ചുറപ്പുള്ള നല്ല ഒരു വീട് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിന് നന്ദി. അതുപോലെ തന്നെ ആ വീട്ടിൽ 3 ഫേസ് കറണ്ടായിരുന്നു. അവിടെ മുന്നേ താമസിച്ചവർ പറഞ്ഞു 4000, 3800, മിനിമം 2800 രൂപയെങ്കിലും കറണ്ട് ചാർജ് വരും, എല്ലാം കൂടെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ലാസ്റ്റ് 15 വാക്കിനാണ് കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു മാതാവേ 955 രൂപയ്ക്കകത്ത് കറണ്ട് ബില്ല് വരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മനസ്സിൽ തോന്നി അങ്ങ് പ്രാർത്ഥിച്ചതാണ്. കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ, ദൈവത്തെ മറന്നുകൊണ്ട് പറയുന്നതല്ല, എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം ആൾക്കാർ ഇത്രയും പറഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്ക് 934 രൂപ. എനിക്ക് അത്ഭുതം തോന്നി. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ എല്ലാ സ്ഥലത്തും, ഞാനും മോനും കൂടെ നടന്ന് എല്ലാ സ്ഥലങ്ങളിലും, ബസ് സ്റ്റാൻഡിൽ, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ, പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ വൃദ്ധസദനത്തിൽ അവർക്ക് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ആഹാരത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ അല്ലാതെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. പിന്നെ അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് ഒരു 10, 15 അല്ലെങ്കിൽ മാക്സിമം 20 അത്രയും കൊണ്ട് കൊടുക്കും. ഞങ്ങളാൽ കഴിയുന്ന തന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരന് ഇപ്പോൾ സ്കൂൾ തുറപ്പിന് പൈസ, അവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എന്നാൽ കഴിയും വിധം സ്കൂൾ ബാഗ്, ഡ്രസ്സ്, എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഇപ്പോൾ ഈ ചൊവ്വാഴ്ചയിലെന്ന് ഉടമ്പടി പുതുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വരുന്നതിന് 2 ആഴ്ച മുന്നേ എനിക്ക് ഈ ഇടത് സൈഡിൽ, അത് ഇപ്പോഴും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്, ഈ ഇടത് സൈഡിലൊരു കുത്തിവലി പോലെ. അത് എന്താണെന്ന് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് അറിയത്തില്ല എന്ത് വേദനയാണെന്ന്. എനിക്ക് അന്ന് ഈ ചൊവ്വാഴ്ച ഉടമ്പടി പുതുക്കുക. അപ്പോഴും എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും ബസ്സിൽ ഇരുന്നപ്പോൾ പോലും എനിക്ക് നേരെ ചൊവ്വേ ഇരിക്കാൻ പോലും വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗത്തിൽ വെച്ചു. വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു, തൈലം പൂശി. പിറ്റേന്നായപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ആ വേദന വന്നിട്ടില്ല. ഈ 2 മണിക്കൂർ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഇത്രയും നേരം ഞാൻ ഇവിടെ നിൽക്കുകയും ചെയ്തു. അല്ലാത്തപ്പോൾ എനിക്ക് 5 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഇവിടുത്തെ വേദന ഒരുപാടാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ നിൽക്കുകയും ധ്യാനം കൂടുകയും ഞാൻ ചെയ്തു, എനിക്ക് ആ വേദന വന്നില്ല. അതേപോലെ തലവേദനയ്ക്ക് എനിക്ക് അത് വർഷങ്ങളായി ഉള്ളതാ ഈ ഒരു വശത്ത്. അത് വിശുദ്ധ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, അത് തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി. എനിക്കെന്നല്ല, എൻ്റെ വീട്ടിൽ ആർക്കെന്ത് വന്നാലും, എൻ്റെ പൊടിമോളാണ് ഏറ്റവും കൂടുതൽ, എവിടെയെങ്കിലും ഒന്ന് തട്ടി വിരളോ ഒന്ന് മുറിഞ്ഞാൽ മതി, അപ്പോഴേ പോയി വിശുദ്ധ തൈലം തൊട്ട് പ്രാർത്ഥിക്കും. അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ഈശോയിലും മാതാവിലും. വ്യക്തിപരമായി വന്നത്, ഞാൻ എല്ലാവരെയും പോലെ മൊബൈലും നോക്കി എൻ്റർടൈൻമെൻ്റൊക്കെ ആയി നിന്ന ഒരാളാണ്. പ്രാർത്ഥനയോടൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മൊബൈലിൽ ഞാൻ ഇവിടുത്തെ ധ്യാനങ്ങൾ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, പിന്നെ ബൈബിൾ വായന മുടങ്ങാതെ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിലൂടെ വ്യക്തികൾക്ക് മാറ്റം വന്ന് കുടുംബത്തിലേക്ക് കൃപകൾ ഒഴുകുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായി നാം കേൾക്കുക. ദിനു സജികുമാർ എന്ന ഈ മകള് തൻ്റെ കുടുംബത്തിലേക്ക്
അതായത് തങ്ങളുടെ കടബാധ്യതകൾ അതായത് എത്രമാത്രം തങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും അതിനൊക്കെ എങ്ങനെയാണ് ഓരോ വഴികൾ തെളിയുക. അതായത് പലതും അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കാം നാമൊക്കെ ഇങ്ങോട്ട് വരിക. പിന്നീട് യാതൊരു മാർഗവും നമ്മുടെ മുൻപിലില്ല. അങ്ങനെയുള്ള ഒരവസരത്തിൽ തങ്ങൾക്ക് എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിന് ഒരു പുതിയ ജോലി കിട്ടുവാനും അതിലൂടെ ലോൺ സാങ്ഷനാകുവാനും അങ്ങനെ തങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുവാനും ഒക്കെ ഇടയായി. വീണ്ടും തൻ്റെ മകന് ഉണ്ടായ അപകടത്തിൽ നിന്ന് സംരക്ഷണം, തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ മീഡിയയിലൂടെയൊക്കെ തൻ്റെ അതായത് ഇതിനു മുൻപ് താൻ പല മണിക്കൂറുകൾ മറ്റു പല എൻ്റർടൈൻമെൻറ്റുകൾക്കുമായിട്ടാണ് മാറ്റി വച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമയമെടുക്കുവാൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയമായ ഒരു ഉണർവ് തനിക്കുണ്ടായി. അതെല്ലാം ഉടമ്പടിയിലൂടെ തന്നെയാണെന്ന് ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വ്യക്തികളുടെ നവീകരണത്തിലൂന്നിയ കുടുംബ സുസ്ഥിതിയാണ് കൃപാസനത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് കൃപാസനം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നതും. അങ്ങനെ എത്രയോ മക്കളാണ്, എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തമ്പുരാൻ്റെ കൃപയിൽ ജീവിക്കുവാനായിട്ട് ഇടവന്നിരിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.